ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് വെളുപ്പിനൊരു എത്ര മണിക്ക് ഒരു മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങി. UK ടൈം സോണിലാണ് കേട്ടോ ഞങ്ങൾ 3 പേര് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഇവിടെ എത്ര മണി എണീറ്റാണ്? ഒരു 1:45 ഒക്കെ ആയി ഞങ്ങൾ എണീറ്റ് ലഞ്ച് കഴിച്ചു. ഡയറക്റ്റ് നല്ല ചക്കയും ചോറും പിന്നെന്താ മീൻകറി, ചൂര മീൻകറിയും വെണ്ടയ്ക്ക വിഴുക്കൊക്കെ കൂട്ടി നല്ലൊരു ചോറ് കഴിച്ചു. എന്നിട്ട് ഞങ്ങളിൽ മാൻഡേറ്ററി ആയിട്ടുള്ള സാധനങ്ങളില്ല, ബ്രഷില്ല, ഇസുവിന് പേസ്റ്റ് ഇല്ല, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങൾ, സൺസ്ക്രീം ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ വേറെ അങ്ങനെ കുറച്ച് മാൻഡേറ്ററി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങളിതാ ആയൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ ഇസ് നാട്ടിൽ വന്ന ഫീൽ ഷാനു? അതെ. അപ്പൊ ഇന്ന് വേറൊരു സംഭവം ഉള്ളത്. ഞങ്ങളും കൂടെ എയർപോർട്ടിൽ പോകാന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷെ ഞങ്ങൾ എണീറ്റപ്പോൾ ലേറ്റായി. റൌഫും മിഞ്ചിയും വരുന്നുണ്ട്, അതായത് ഷാനുവിന്റെ വെരി യങ്ങസ്റ്റ് ബ്രദർ ആൻഡ് സിസ്റ്റർ ഇൻ ലോ ദുബായിൽ നിന്ന്. വെരി യങ്ങസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആഷിക ഏറ്റവും ഇളയതല്ലേ? സോറി, സെക്കൻഡ് യങ്ങസ്റ്റ്. ഓക്കെ. അപ്പൊ അതിനെന്താ, അതൊക്കെ ഇടുന്നതിന് എന്താ കുഴപ്പം? ഞാൻ ഇങ്ങനെയാണ്, ഐ ആം ദ വേ ഹൗ ഐ ആം. ഓക്കെ. അപ്പം സെക്കൻഡ് യങ്ങസ്റ്റ് ബ്രദർ റൌഫും സിസ്റ്റർ ഇൻ ലോയും വരുന്നുണ്ട്. ഞങ്ങൾ കൂടെ എയർപോർട്ടിൽ പോവാം. ഇസുവിനെ കാണിക്കുമ്പോൾ ഇസുവിന്റെ റിയാക്ഷനൊക്കെ എടുക്കാൻ സർപ്രൈസ് ആകുന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മുടെ എന്താണ് അതിന് പറ്റിയൊരു അവസ്ഥയിലേ അല്ലായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഉറങ്ങി എണീറ്റപ്പോഴാണ് അന്ന് കിളി വന്നത്. അപ്പോൾ ഇസു ഇപ്പോൾ വീട്ടിലാണ്. ഞങ്ങൾ ആയൂര് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും അവരും എത്തും. അവർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഓൺ ദ വേ ആണ്. അപ്പം ലണ്ടൻ മലയാള ഫാമിലി പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസു എൻജോയ് ചെയ്യാട്ടോ. ഇസു രാവിലെ മീൻസ് ഒബ്വിയസ്ലി UK ടൈം രാവിലെ, ഇവിടെ ഉച്ചയ്ക്ക് എണീറ്റ് ഫിഷിനെയൊക്കെ പുറത്ത് കണ്ടു. പിന്നെ എന്താണ്, കിളികളെയൊക്കെ കാണുന്നു. അപ്പു കാർട്ടൂണിൽ മാത്രം കണ്ടിട്ടുള്ള നമ്മൾ അപ്പു, അവള് അണ്ണാനെ കേട്ടോ ഈ അപ്പു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ നോക്കി അവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അപ്പു എന്നൊക്കെ വിളിച്ച്. അപ്പം ഹാപ്പിയാണ്. പക്ഷെ ചൂടുണ്ട്. അവള് നല്ല സ്വെറ്റ് ആവുന്നുണ്ട്. പുറത്തൊക്കെ ജസ്റ്റ് ഇറങ്ങുമ്പോഴേ സ്വെറ്റ് ആവുന്നുണ്ട്. ഒരു ഗുഡ് ഫീൽ. എവിടെ ഫിഷ്? എവിടെ? ഇതാരാ? മിഞ്ചി. ബോബുവിനെ കാണിച്ചു, ഡോഗിനെ കാണിച്ചു. ഡോഗിനെ കാണോ? ബാബു എവിടെ? ഇതെല്ലാം കട്ട് ചെയ്തേക്കണം. നമ്മളൊക്കെ ഔട്ടല്ലേ? പൂച്ചല്ല, കൊച്ചടെ ഇല്ല. അഗിയാണോ? ആശുകൊച്ച എവിടെ? ഇതാരാ? After 2 years അല്ലേ? വീട്ടിലാ വന്നത്. ഇതാരാന്ന് പറഞ്ഞേ? ഇതാരാ?
കൊച്ച ദ വെരി നെക്സ്റ്റ് ഡേ ഈവനിങ് ഞങ്ങൾ ഇവിടെ നമ്മൾ എങ്ങോട്ടാ പോന്നെ? ഏത് ബീച്ചിലോട്ടാ? കാപ്പിൽ ബീച്ചിലോട്ട് പോകാനായിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങുന്നു. ഇപ്പം അറൗണ്ട് ഒരു 5 o'clock ആയിട്ടുണ്ടാവും അല്ലേ? 5:30. സൺസെറ്റ് നമുക്ക് കിട്ടത്തില്ല. എന്തായാലും ബീച്ചും മറ്റേ റിവറും കൂടി കടലും കായലും കൂടെ ഒരുമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇസു ഇവിടെ ഇസു ഇസു നീ എന്ത് ചെയ്യുന്ന ഇവിടെ? എന്ത് ചെയ്യുന്നേ? ഇത് മുറ്റം നോക്കുന്ന സാധനമാണോ ഇസു? ഇസു തൂക്കുകയാണേ. തൂക്കുകയാണോ? തൊട്ടടുത്ത് പോ. ഇസു പോവാ. ഇസു എവിടെ? സ്കൂളിൽ പോവാണോ ഇസു? പിന്നെ എവിടെ പോന്നേ? എവിടെ പോന്നേ? ഊരാ. ഇസു ബാഗ് ഊരാ. ഓ വേണ്ട. ഇച്ചോടെ അല്ല പോവാം. അവിടെ ഇല്ല പോയി. എന്തോ ഒരു ഹായ് പറഞ്ഞേ. ഇപ്പൊ എല്ലാരും വീടിന്റെ ബാക്ക്ഗ്രൗണ്ടിരിക്കുന്ന ഒരു സെൽഫി തിരിഞ്ഞിട്ടല്ലോ. തിരിഞ്ഞിരിക്കാം. നീ മുമ്പോട്ടോ ഇങ്ങനെ ശരി. ഇസു സൈൻ എടാ ഇസുവിനെ വിളിച്ചേടാ. ആഷികെ പിക്കപ്പ് എന്ന് പറ. കൈ നോക്ക്. നോക്കിയാ അടുത്ത് കഴിഞ്ഞോ? ഫുള്ള് വേണോ? എന്തോ ഹലോ ദിസ് അത് ആയിക്കാന്ന് വെച്ച് പറഞ്ഞേ. ഇത് ആഷിക്കൊച്ച. മച്ചല്ല മച്ചല്ല ഉപ്പ വിളിക്ക്. ഉപ്പ വാ ഉപ്പ. ഇസു ചെല്ലേ സുമയുടെ വിളിക്കാം. ഉമ്മ നടക്കില്ലേ? എന്നാ ഓക്കെ സൈഡില് ശരിയാ ഓക്കെ. അച്ഛയില്ല ഇവിടെ. ഉമ്മച്ചിയില്ല. വരാം നമുക്ക് നിൽക്കാം. ഇസോ കൊണ്ടേ ഇതിന്റെ അർത്ഥം വേറൊന്നാണ്. നീ പെട്ടെന്ന് കെട്ടണോ? കിട്ടിയാ? നീ ഒന്ന് വേറെ ആരെങ്കിലും ഇരിക്കോ? ബാഗ് അതിന് വെയിറ്റ് ഉണ്ടോ? പോവാം.
ചാച്ച പോവാം. Let's go. പോവാം. ദിസ് ഈസ് ദ പരാത ജീവി. സ്മൈൽ. അങ്ങനെ നടുക്കേ നടുക്കേ. അങ്ങനെ ഞങ്ങളത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കാപ്പിൽ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. 2 ഇയേഴ്സിന് ശേഷം നാട്ടിലേക്ക് വന്നപ്പോൾ ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കര ഇമോഷണലാണ്. നാട് തന്നെയാണ് കേട്ടോ. ഞാൻ നാടുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്നിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തു പോയി ജോലി ചെയ്യുകയും സെറ്റിലാവുകയും ചെയ്യുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് സെയിം തന്നെ ആയിരിക്കും കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഉത്സവം കാണുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. എത്ര നാളായെന്നറിയാവോ ഇതുപോലെ ഉത്സവത്തിൻ്റെ വൈബൊക്കെ ഒന്ന് കണ്ടിട്ട്. ഞങ്ങള് കാപ്പിൽ ബീച്ചെത്തി. ഈ കാണുന്നില്ലേ ലെഫ്റ്റ് സൈഡില്, ഇത് കായലാട്ടോ. ഇവിടെ കായലും ഇവിടെ കടലും. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓൺ ദിസ് ബീച്ച്. കുറച്ചുകൂടെ നേരത്തെ സൺസെറ്റ് കാണാമായിരുന്നല്ലേ. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും സൺസെറ്റ് കഴിഞ്ഞിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു സൺസെറ്റ് എന്തായാലും കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എല്ലാവരുമായിട്ട് വരുമ്പോൾ നല്ല രസമല്ലേ ഇതുപോലെ അൺപ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് വരാനൊക്കെ പറ്റുക. എനിക്കിങ്ങനെ അൺപ്ലാൻഡ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അത്യാവശ്യം കോൺഫിഡൻസും അതുപോലെ പ്രോബ്ലംസൊക്കെ വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനുള്ള സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയൊക്കെ ഉള്ള ഒരാളായിട്ട് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഓഫീസിലെ കൊളീഗ്സൊക്കെ അത് എപ്പോഴും പറയാറുണ്ട്. അതിനെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തത് ഞാൻ പിറകിലേക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ റേസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഫാമിലി സിറ്റുവേഷൻസ് തന്നെയാണ്. ഞാൻ ഭയങ്കര കണക്റ്റഡാണ് ഫാമിലി മെമ്പേഴ്സുമായിട്ട്. അതെൻ്റെ മെറ്റേണൽ ഫാമിലി മെമ്പേഴ്സ് ആയാലും പെറ്റേണൽ ഫാമിലി മെമ്പേഴ്സ് ആയാലും സെയിം ആണ്. സോ ഐ ഓൾവേസ് മേക്ക് ഷുവർ ഈസും അതുപോലെ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആ ഇമോഷൻസൊക്കെ അവൾക്ക് അതുപോലെ വന്ന് പ്യുവർ ലവും കമ്മിറ്റ്മെൻറ്റ്സും ഒക്കെ അവളുടെ ഉള്ളിൽ നിന്ന് ഏജിലെ ഉണ്ടായി വരാനായിട്ട് ഞാൻ ഇൻറ്റൻഷനലി കുറച്ച് എഫേർട്ട് ഇടുന്ന ഒരാളാണ്. കാരണം ഐ ഓൾവേസ് ബിലീവ് ദ ലവ് ഈസ് എവറിത്തിങ്. ഇസു വലുതാകുമ്പോൾ അവൾക്ക് ഹീൽ ചെയ്യാനായിട്ട് ഒന്നും അവളുടെ ഉള്ളിൽ ഉണ്ടാവരുത് എന്നൊരാഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷമാണല്ലോ ഈസു ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര നിർബന്ധമായിരുന്നു ഈസു വരുന്ന സാഹചര്യം, ഈസു വരുന്ന സിറ്റുവേഷൻസൊക്കെ എങ്ങനെയായിരിക്കണം, എൻ്റെ കരിയറിൽ ഏത് ലെവലിൽ ഞാൻ എത്തിയിട്ടായിരിക്കണം ഈസുവിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ, അതുപോലെ തന്നെ ഞാൻ ഓക്കെ ആണോ, ഞാൻ കേപ്പബിൾ ആണോ ഈസുവിനെ റേസ് ചെയ്യാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ 5 വർഷം ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഐ ഓൾവേസ് ബിലീവ് നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിലേ ഒരാൾക്കൊരു ജീവൻ കൊടുത്ത് നമ്മുടെ കൂടെ കൂട്ടി ഒരു കമ്പാനിയനായിട്ട് നമ്മുടെ കൂടെ റേസ് ചെയ്തൊരു കുഞ്ഞിനെ വളർത്തുമ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ എംപത്തറ്റിക്കലായിട്ട് ആ കുഞ്ഞിനെ പറ്റിയും ചിന്തിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരിപാടിയുണ്ടോ? പക്ഷെ എല്ലാ ചേരും തോന്നുന്നു. ഇട്ട് നോക്കിയില്ല, ഇട്ട് നോക്കാം. എവിടെ ഷാനു എവിടെ? ഉള്ളിവട, ചായ വിത്ത് ഉള്ളിവട. ഉള്ളിവട തണുപ്പാ, ഫ്രഷല്ല. അതെങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി കൊച്ചായിരുന്നു?
അയ്യോ അത് വേറെ ആളാ. ഞാൻ പഠിച്ചതല്ല. കൊച്ചനമ്മ ഒരേ പോയോ? രാവിലെ ആയോ? ഉറക്കമെല്ലാം ഇറങ്ങില്ലേ? ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. ഡിന്നർ. ആ ജോലി എന്ത് കഴിക്കാനാ വന്നേ? മന്തിയാ? ഷവർമയില്ല. മിഞ്ചി വിളി വിളി മിഞ്ചി മിഞ്ചി മിഞ്ചി. എന്താ ഇതെന്താ ഈസ് അൽഫാം കഴിക്കാൻ പോവാ? അൽഫാം കഴിക്കാൻ പോവാ? അവ വെജൊന്നും ഇല്ല, പനീർ അൽഫാം. നീ കൊടുത്തേ പറ്റൂ. ഊരി ഊരി തന്ന് ഊരി സ്ട്രൈറ്റ് ആക്കിട്ട് തരും. എനിക്ക് ഹെൽപ്പ് ചെയ്യും ഇഞ്ചി കൊച്ചിന്. ഇങ്ങനെ ഇവിടെ അവിടെയല്ല, ഇത് ഇങ്ങോട്ട് കുഞ്ഞു ഒരു തരും. ഇഞ്ചിനെ കൊടു. ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരും. പെരിപിരി വാഷ് ചെയ്തൊന്നുമില്ല വന്നിട്ട്. ഇത്ര നേരാ ഇതല്ലേ കൊച്ച? അത് കൊച്ച കൊച്ച ഇല്ലയോ? മമ്മ കൊടുത്തില്ല. മമ്മ കിടന്നോ? മമ്മ കൊടു ഐഫൈ. മമ്മ ഐഫൈ മമ്മ കൊടു ഹൈഫൈ. അതിന്റെ മമ്മ ഹൈഫൈ. പക്ഷെ മമ്മ ഹൈഫൈ അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.